അപ്പോൾ ഈ അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണത്തിന്റെ വിവരങ്ങൾ സ്പീക്കറെ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമസഭ ചേരുന്നതിന് മുന്നോടിയായിട്ടാണ് കേസിന്റെ വിശദാംശങ്ങൾ സ്പീക്കർക്ക് കൈമാറിയത്. രാഹുലിനെതിരെയുള്ള പരാതികളിൽ കൂടുതൽ പേരിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കുമെന്ന് സൂചന. അതേസമയം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാദങ്ങൾക്കിടയിൽ നിന്ന് UDF-ന്റെ യോഗവും ചേരാൻ വേണ്ടി പോകുന്നത്. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഈ കേസിന്റെ അന്വേഷണവും ഒപ്പം തന്നെ UDF-ന്റെ പ്രതിരോധവും ഒക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. നൃപൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസിന്റെ വിവരങ്ങൾ, FIR-ന്റെ കാര്യങ്ങളൊക്കെ സ്പീക്കറെ ക്രൈംബ്രാഞ്ച് അറിയിച്ചു എന്നതാണ്. ഇപ്പം നമുക്കറിയാം, ഓണം കഴിഞ്ഞ് നിയമസഭാ സമ്മേളനം ചേരാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണല്ലോ ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട നീക്കങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടോ? അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ വിവരങ്ങൾ ഇപ്പോൾ സ്പീക്കറെ അറിയിച്ചിരിക്കുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു വന്നതാണ്. കഴിഞ്ഞ ദിവസം വിവിധ ആൾക്കാരിൽ നിന്ന് മൊഴിയെടുക്കുന്നതിൻ്റെ ഭാഗമായ ആദ്യ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയതാണ്. പ്രാഥമിക വിവരങ്ങൾ മൊഴി നൽകിക്കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായി എന്ന് വേണം നമുക്ക് കരുതാം. സ്വാഭാവിക നടപടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിയമസഭാ സമ്മേളനം ചേരുന്നതിന് മുമ്പേ നിയമസഭയിൽ അംഗമായ ഒരു MLA-ക്കെതിരെ ക്രിമിനൽ കേസുണ്ടായാൽ അതിൻ്റെ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്. ആ വിശദാംശങ്ങളുടെ ഭാഗമായി അദ്ദേഹം ഈ ലൈംഗിക പീഡന കേസിലെ ആരോപണ വിധേയനാണ്. ഒപ്പം തന്നെ നിരവധി പരാതി വന്നിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അതിലെ വിശദാംശങ്ങൾ അടങ്ങിയ സമഗ്രമായ റിപ്പോർട്ടാണ് സ്പീക്കർക്ക് നൽകുക. സ്പീക്കർക്ക് രേഖാമൂലമുള്ള റിപ്പോർട്ട് ഔദ്യോഗികമായി സ്പീക്കറുടെ ഓഫീസിലേക്ക് നൽകി കഴിഞ്ഞു എന്നതാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരിൽ നിന്ന് അനൗദ്യോഗികമായി അറിയുന്നത്. ഇക്കാര്യം സ്പീക്കർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് ഈ കേസുകൾ നടക്കുകയാണെങ്കിൽ അത് ഈ അറസ്റ്റടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും നേരത്തെ ഈ സ്പീക്കറെ അറിയിക്കുക. ബാക്കി കാര്യങ്ങൾ സ്വാഭാവികമായ നടപടിക്രമങ്ങളാണ്. കൂടുതൽ ആരോപണങ്ങൾ വരുന്നു, കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം വന്ന ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ, വേറൊരു ക്രിമിനൽ കേസ് കൂടിയാണ്. അതിൻ്റെ ഒരു ഗൗരവം അത്തരത്തിൽ വലുതാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിൽ മറ്റു പലരുടെയും ഈ പെൺകുട്ടി സംസാരിച്ച അവരുമായി സൗഹൃദം പുലർത്തുന്ന അവരെ കണ്ട അവരുമായി ബന്ധപ്പെട്ടവരുടെയും മൊഴി കൂടി രേഖപ്പെടുത്തും എന്ന വിശദാംശങ്ങളിലേക്ക് വരുന്നുണ്ട്. അത്തരം മൊഴിയിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം പോവുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ, കൂടുതൽ വിശദാംശങ്ങൾ, കൂടുതൽ രേഖകൾ കൂടി ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ മൊബൈലിൽ ഈ പറഞ്ഞ പുറത്തു വന്ന ശബ്ദശകലം പുറത്തു വന്ന അതിൻ്റെ മൊബൈൽ ഫോൺ കണ്ടെത്തണം. അത് ഈ പരാതിക്കാരി ഈ ഘട്ടം വരെ രംഗത്ത് വരാത്തതുകൊണ്ട് അതിന് സാങ്കേതികമായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളടക്കം നിയമപരമായ സാങ്കേതികമായ കാര്യങ്ങളടക്കം ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുന്നുണ്ട്. ഒപ്പമാണ് നേരത്തെ മനു പറഞ്ഞതുപോലെ, മുഖവരായി പറഞ്ഞതുപോലെ, UDF-ന്റെ യോഗം ഇന്ന് രാത്രി ചേരുന്നുണ്ട്. നേതാക്കന്മാരുടെ അസൗകര്യം കാരണം ഓൺലൈനായിട്ടാണ് യോഗം ചേരുക. ആ ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ UDF എടുക്കേണ്ട സ്റ്റാൻഡ്, അവരെന്ത് സമീപന നടപടിക്രമം ഈ നിയമസഭാ സമ്മേളനത്തിൽ എടുക്കണം എന്ന കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന ലൈംഗിക പീഡന കേസാണ്. ഈ കേസിൽ ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു അംഗം സഭയിൽ വരണമോ, സഭയിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന സമീപനത്തിന് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്തുണ ഉണ്ടാകുമോ, എന്ത് സമീപനമാണ് എടുക്കേണ്ടതെന്ന കാര്യമായിരിക്കും പ്രധാനപ്പെട്ട ചർച്ചയായി ഉയർന്നു വരിക. ആ ചർച്ച അങ്ങനെ പോകുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്, ഇപ്പോൾ UDF-ലെ ഘടകകക്ഷികളൊക്കെ ഈ വിഷയത്തിൽ കോൺഗ്രസ് ശരിയായ സമീപനം സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ പുറത്തു പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ അവരുടെ മുന്നണിക്കുള്ളിൽ അങ്ങനെയാണോ സംസാരം വരുന്നത്? ഈ വിഷയത്തിൽ വലിയ അതൃപ്തി UDF-ലെ ഘടകകക്ഷികൾക്കുണ്ടോ? അവർക്ക് ആ സമീപനം എങ്ങനെയാണ്? തീർച്ചയായും അതൃപ്തിയുണ്ട്. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ ഘടകകക്ഷികൾ UDF-ൻ്റെ യോഗത്തിൽ നേരിട്ട് അതൃപ്തി അറിയിക്കുന്ന ഒരു കാലഘട്ടം പോയി. മുമ്പ് KM മാണിയുടെയും ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെയൊക്കെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. UDF യോഗത്തിൽ തന്നെ അവർ അഭിപ്രായം പറയുകയും നിലപാട് തിരുത്തുകയൊക്കെ ചെയ്യുന്ന സമീപനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സമീപനമില്ല. കാരണം അവർ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഉഭയകക്ഷി ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ AICC സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ലീഗ് അടക്കമുള്ള
ഘടകകക്ഷികൾ നേരിട്ട് ആശയവിനിമയം നടത്തുക എന്നതാണ്. ഒപ്പം തന്നെ ഈ ഘടകകക്ഷികൾ അങ്ങനൊരു അജണ്ട വച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ എല്ലാ ഘടകകക്ഷികളും യോഗത്തിൽ തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിക്കും. അങ്ങനെ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ സ്വാഭാവികമായി വാർത്തയായി പടരും. അതുകൊണ്ട് വി.ഡി. സതീശൻ UDFിൻ്റെ ചെയർമാനായി വന്ന ശേഷം അങ്ങനൊരു സമീപനം സ്വീകരിക്കുന്നുണ്ട്. ഈ UDFിനകത്ത് യോഗത്തിനകത്ത് എടുക്കേണ്ട പാർട്ടി UDFിൻ്റെ സമരപരിപാടികളും മറ്റ് അജണ്ടകളും തീരുമാനിച്ച് ചർച്ച ചെയ്തു പോവുക. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പ്രത്യേകിച്ച് നേതാക്കളെ അറിയിക്കുക. അങ്ങനെ ഒരു സമീപനമാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഒരു തീരുമാനമെടുത്ത് പോകാനായിരിക്കും ധാരണ. അങ്ങനെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോഴത്തെ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ടുള്ള UDFിൻ്റെ ഒരു സമീപനവും ഒരു പ്രവർത്തന രീതി ഏറെക്കുറെ അങ്ങനെയാണ്. നേതാക്കൾ അതിർത്തി നേരിട്ട് അറിയിക്കുക, നേതാക്കളെ തന്നെ അറിയിക്കുക, അതാണൊരു രീതി. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ അതൃപ്തിയുണ്ട്. അതിർത്തി ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കുണ്ട്, RSPക്കുണ്ട്, കേരള കോൺഗ്രസിനുമുണ്ട്, ജോസഫ് വിഭാഗത്തിന് ഈ വിഷയത്തെ സംബന്ധിച്ച് അതൃപ്തിയുണ്ട്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ അവസാന കാലഘട്ടമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ജനങ്ങളോട് സർക്കാരിനെ സംബന്ധിച്ച സമരപരിപാടികൾ പ്ലാൻ ചെയ്യാനും ക്യാമ്പയിൻ അടക്കമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിൽ സീറ്റ് വിഭജനം അടക്കമുള്ള ഘടകകക്ഷികൾക്കുള്ള ധാരണ, ജില്ലാ പഞ്ചായത്ത്, ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ചുമതല, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യാനുണ്ട്. ജില്ലാതലത്തിൽ ഇതിനനുസരിച്ചുള്ള കൺവീനർമാരെ, ജില്ലാ UDFിൻ്റെ കൺവീനർമാരെ അടക്കം തിരഞ്ഞെടുത്ത് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ്. പക്ഷേ കോൺഗ്രസ് വരുത്തി വയ്ക്കുന്ന വിവാദങ്ങൾ കാരണം ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന വലിയ അതൃപ്തി ലീഗിനുണ്ട്. പക്ഷേ ലീഗ് സ്വന്തം നിലയ്ക്ക് മലപ്പുറം ജില്ലയിലൊക്കെ അവരുടെ പ്രവർത്തനം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ UDF എന്ന തരത്തിൽ പ്രവർത്തനം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത്, ഒന്ന് UDFിൻ്റെ സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എപ്പോഴും വലിയൊരു കീറാമുട്ടിയായി നിൽക്കുകയാണ്. പ്രാദേശിക തലത്തിൽ നേതാക്കളെ കിട്ടുന്നില്ല. കാരണം താഴെത്തട്ടിലുള്ള ഈ പറയുന്ന പുനഃസംഘടനാ നടപടി പൂർത്തിയാക്കിയില്ല. ആര് മാറും, ആര് വരും എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. ഒപ്പം തന്നെ തുടർച്ചയായി ഉണ്ടാകുന്ന വിവാദങ്ങളിൽ കുരുങ്ങിയാണ് കോൺഗ്രസ് കിടക്കുന്നത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന അഭിപ്രായ വ്യത്യാസം അവർക്കുണ്ട്. അതുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നേതാക്കളെ, ലീഡർഷിപ്പുകളെ പല ഘട്ടങ്ങളിലായി അവർ അറിയിച്ചതാണ്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ എന്ത് സമീപനം നിയമസഭയിൽ എടുക്കണമെന്നൊരു ധാരണ തത്വത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇന്നത്തെ UDF യോഗത്തിലുണ്ട്. ഒപ്പം തന്നെ പലതരത്തിലുള്ള അതിർത്തി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ UDFിന്റെ കൺവീനർ പറഞ്ഞത് ആ ഓഡിയോ സംഭാഷണമൊക്കെ AI വഴി സൃഷ്ടിച്ചതാകാം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിക്ക് വേണ്ടി എന്തിനാണ് ഇത്രയധികം പ്രതിരോധം തീർക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? ആ ചോദ്യം UDF നേതൃത്വം അഡ്രസ്സ് ചെയ്ത് മറുപടി പറയേണ്ടതല്ലേ? തീർച്ചയായും അത് UDFിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് വിശദീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിൽ നടത്തുന്ന വിവിധ ചർച്ചകളിലൊക്കെ UDF നേതാക്കൾ വിയർക്കാനുള്ള കാരണം അതാണ്. നിങ്ങളെടുത്ത സംഘടനാ നടപടി എന്താണ്? നിങ്ങളുടെ സംഘടനാ നടപടിക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ അംഗമല്ല. അതുകൊണ്ട് നിയമസഭയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാതിരിക്കണം. ഒപ്പം തന്നെ പങ്കെടുത്താൽ തന്നെ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടാണെങ്കിൽ തന്നെയും കോൺഗ്രസ് അക്കാര്യത്തിൽ അദ്ദേഹത്തെ ന്യായീകരിക്കാനോ അദ്ദേഹത്തിന് പൂർണ്ണമായി ഈ സംഘടനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സമീപനങ്ങളിലേക്ക് കോൺഗ്രസ് പോകേണ്ട കാര്യമില്ല. UDFിന് അതിൻ്റെ ബാധ്യതയുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം UDFിൻ്റെ കൺവീനറും M. ഹസനെ പോലുള്ള പഴയ KPCC അധ്യക്ഷൻ, UDFിൻ്റെ കൺവീനർ, ഒപ്പം തന്നെ ഓരോ നേതാക്കളും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം ഇക്കാര്യത്തിൽ നിന്ന് മലക്കം മറിയുകയും പിന്നോട്ട് പോവുകയും ചെയ്യുന്ന രീതിയാണ് കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ ഉയർത്തുന്ന സമ്മർദ്ദമാണ്. ആദ്യഘട്ടത്തിൽ ഷാഫിയുടെ മാത്രം സമ്മർദ്ദമായിരുന്നു എങ്കിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് അത് പടരുന്നുണ്ട്. അത് അവർ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഇക്കാര്യങ്ങളിൽ സംഘടനാപരമായി എടുക്കേണ്ട നടപടികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു, ഇനി നിലവിൽ കേസോ പരാതിയോ ഇല്ല എന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പരാതിയുണ്ട്. ബാലാവകാശ കമ്മീഷൻ അടക്കം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ഷിൻഡോയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം മൊഴി രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ സ്പീക്കർക്ക് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വരുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ സന്ദർശിച്ച ഒരു മാധ്യമപ്രവർത്തക തന്നെ കഴിഞ്ഞ ദിവസം അവർ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു. അപ്പോൾ എത്രമാത്രം സീരിയസ് ആണ്, എത്രമാത്രം ഗൗരവതരമാണ് പ്രശ്നങ്ങൾ എന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധാരണപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്കും നിഷ്പക്ഷമായ ജനങ്ങൾക്കും കോൺഗ്രസിനെ അനുകൂലിക്കുന്ന UDFിൽ വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വ്യക്തമാണ്. അതുകൊണ്ട് ന്യായീകരിച്ചും എത്ര കണ്ട് മുന്നോട്ട് പോകാൻ
കഴിയുമെന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് നേതാക്കളെല്ലാം ഈ ന്യായീകരിക്കുകയും നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്ന കാഴ്ചയുമാണ് ഉണ്ടാകുന്നത്. മനു.